നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഏവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. കർക്കിടക മാസവും രാമായണ മാസവും ഒക്കെ വന്നിരിക്കുകയാണ്. ഈ ഒരു പ്രത്യേക കാലയളവിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങളും രാശിമാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കർക്കിടക വാവ് വരെയുള്ള ഈ ദിവസങ്ങളിൽ ചില പ്രത്യേക നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതത്തിൽ അല്പം ജാഗ്രത പുലർത്തുന്നത് വളരെ നല്ലതായിരിക്കും. അത് ജോലി സ്ഥലത്താകട്ടെ, സാമ്പത്തിക കാര്യങ്ങളിലാകട്ടെ, കുടുംബത്തിലോ ആരോഗ്യത്തിലോ ആകട്ടെ, ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ പ്രയാസങ്ങളെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഏതൊക്കെയാണ് ആ 11 നക്ഷത്രങ്ങൾ? എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്? അതുപോലെ തന്നെ ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങൾ മാറ്റി നിർത്തി സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരാൻ വീട്ടിലിരുന്നോ അടുത്തുള്ള ക്ഷേത്രങ്ങളിലോ ചെയ്യാവുന്ന വളരെ ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി നോക്കുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ കർക്കിടക വാവ് വരെയുള്ള കാലയളവിൽ പ്രധാനമായും ജാഗ്രത പാലിക്കേണ്ട 11 നക്ഷത്രക്കാർ ഇനി പറയുന്നവയാണ്. ആദ്യമായി പറയുന്നത് അവിട്ടം നക്ഷത്രക്കാരെ കുറിച്ചാണ്. അവിട്ടം നക്ഷത്രക്കാർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് തങ്ങളുടെ ജോലി സ്ഥലത്തെ കാര്യങ്ങളാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും തടസ്സങ്ങളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായി ആവശ്യമില്ലാത്ത കലഹങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്ത് അനാവശ്യ തർക്കങ്ങൾക്ക് നിൽക്കാൻ പാടില്ല. കൂടാതെ ആരോഗ്യ കാര്യങ്ങളിലും ചെറിയ രീതിയിലുള്ള ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. രണ്ടാമതായി മകയിരം നക്ഷത്രക്കാരാണ്. ഇവർ ഈ സമയത്ത് സ്വന്തം ദേഷ്യം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരികയും അതുവഴി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ പിന്നിൽ നിന്ന് ഉപദ്രവിക്കാൻ നോക്കുന്ന ആളുകൾ എന്നിവരെ കുറിച്ച് എപ്പോഴും ജാഗ്രത പുലർത്തുക. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് പുതിയ ശുഭകാര്യങ്ങൾ, അതായത് പുതിയ സംരംഭങ്ങൾ, വീട് പണി തുടങ്ങൽ അല്ലെങ്കിൽ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ എന്നിവയ്ക്ക് തുടക്കം കുറിക്കാൻ പറ്റിയ ഒരു സമയമേ അല്ല. പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഈ കർക്കിടക വാവ് കഴിയുന്നത് വരെയെങ്കിലും അതൊന്ന് മാറ്റിവെക്കുന്നതായിരിക്കും ഉചിതം. നാലാമതായി ഉത്രാടം നക്ഷത്രക്കാരാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ഇടയുണ്ട്. അതുപോലെ തന്നെ തൊഴിൽപരമായ കാര്യങ്ങളിൽ അല്പം മാനസിക സമ്മർദ്ദം കൂടാൻ സാധ്യതയുണ്ട്. എന്നാൽ കാര്യങ്ങളെ ക്ഷമയോടെ കൈകാര്യം ചെയ്താൽ ഈ സമയവും നമുക്ക് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാം. അഞ്ചാമതായി തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക കാര്യങ്ങളിലാണ്. പ്രത്യേകിച്ച് രേഖാമൂലമല്ലാത്ത ഒരു സാമ്പത്തിക ഇടപാടുകളും ഈ സമയത്ത് നടത്തരുത്. ആർക്കെങ്കിലും പണം കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി വാക്കാൽ മാത്രം വാഗ്ദാനങ്ങൾ നൽകാതെ ഇരിക്കുക. ആറാമതായി തിരുവാതിര നക്ഷത്രക്കാരാണ്. ഇവർ ജീവിതത്തിൽ വലിയ റിസ്ക് ഉള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ബിസിനസ്സിലാകട്ടെ തൊഴിലിലാകട്ടെ പെട്ടെന്നുള്ള ആവശ്യത്തിൽ വലിയ മാറ്റങ്ങൾക്ക് മുതിരാൻ പാടില്ല. അല്പം സാവധാനം ചിന്തിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഏഴാമത് ചിത്തിര നക്ഷത്രക്കാരാണ്. ഇവർ തൊഴിലിടങ്ങളിൽ അനാവശ്യമായ പ്രകോപനങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അത് മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും. അതുകൊണ്ട് ജോലി സ്ഥലത്ത് ആര് പ്രകോപിപ്പിച്ചാലും ശാന്തത പാലിക്കുക എന്നതാണ് ഇവർ ചെയ്യേണ്ടുന്ന പ്രധാന കാര്യം.
എട്ടാമതായി തിരുവോണം നക്ഷത്രക്കാരാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. കൃത്യമായ ഭക്ഷണ രീതിയും വിശ്രമവും ഉറപ്പാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒൻപതാമതായി പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. ഇവർക്ക് അല്പം ടെൻഷൻ കൂടാനും ചെറിയ രീതിയിലുള്ള സാമ്പത്തിക ക്ലേശങ്ങൾ വരാനും സാധ്യതയുണ്ട്. പണം ചിലവഴിക്കുമ്പോൾ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പത്താമതായി അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാർ ഈ സമയത്ത് മനസ്സിന്റെ ഏകാഗ്രത നിലനിർത്താൻ ശ്രദ്ധിക്കുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടാകാനും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നീട്ടിവെക്കാനുമുള്ള പ്രവണത കാണിക്കാനും സാധ്യതയുണ്ട്. കൂടാതെ ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ഉള്ള പണമിടപാടുകളിൽ ചെറിയ ജാഗ്രത പുലർത്തുന്നത് വളരെ നല്ലതാണ്. 11ാമതായി രേവതി നക്ഷത്രക്കാരാണ്. രേവതി നക്ഷത്രക്കാർക്ക് യാത്രകളിലും വാഹന ഉപയോഗത്തിലും ശ്രദ്ധ ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടുന്നത് നിങ്ങൾക്ക് തന്നെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് സ്വന്തം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനായി ശ്രമിക്കുക. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ആരും പേടിക്കുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ടതില്ല. ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും മുന്നോട്ടു പോയാൽ ഈ ദോഷഫലങ്ങളുടെ തീവ്രത കുറയ്ക്കാനും സന്തോഷം നിലനിർത്താനും നമുക്ക് സാധിക്കും. ഇതിനായി ചെയ്യാവുന്ന തികച്ചും ലളിതമായ ചില പരിഹാര മാർഗങ്ങൾ ഇനി ഞാൻ പറയുന്നവയാണ്. സാധിക്കുമെങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ശ്രമിക്കുക. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പരിശുദ്ധമായ ഭസ്മം ഒരു ചെറിയ കവറിലാക്കി നിങ്ങളുടെ പേഴ്സിലോ പോക്കറ്റിലോ എപ്പോഴും സൂക്ഷിക്കുക. നിങ്ങളുടെ വീടിനടുത്തോ പരിസരത്തോ കൂവളം മരമുണ്ട് എങ്കിൽ അതിന്റെ ഒരു ഇല പറിച്ച് ഭക്തിയോടെ പേഴ്സിൽ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് ഊർജങ്ങളെ തടയാൻ സഹായിക്കുന്നതാണ്. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി സ്വന്തം പേരും നാളും പറഞ്ഞ് ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കാൻ ശ്രമിക്കുക. അവിടെ നിന്ന് ലഭിക്കുന്ന പ്രസാദം എല്ലാ ദിവസവും രാവിലെ ഭക്തിയോടെ നെറ്റിയിൽ അണിയുക. വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി മുന്നോട്ടു പോയാൽ ഏതൊരു പ്രയാസകരമായ ഘട്ടത്തെയും ഈശ്വരാനുഗ്രഹത്താൽ നമുക്ക് മറികടക്കാൻ സാധിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്നും അഭിപ്രായങ്ങൾ എന്താണ് എന്നും താഴെ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം. ഏവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.